പ്രശസ്ത കൊമേഡിയനും നടനുമായ കപിൽ ശർമ്മയുടെ കാനഡയിലെ കഫേയിൽ വെടിവെപ്പ്. കാബ്സ് കഫേയിൽ ബുധനാഴ്ച രാത്രിയാണ് വെടിവെപ്പുണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഖലിസ്ഥാൻ ഭീകരൻ ഹർജിത് സിംഗ് ലഡ്ഡി ഏറ്റെടുത്തു. അനുപമ ശ്രീദേവി ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അനുപമ, പല കുറി വെടിവെക്കുന്ന ശബ്ദം ആ ദൃശ്യങ്ങളിൽ ഉണ്ട്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ? ജീവഹാനി സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? മാത്രമല്ല, ഈ കപിൽ ശർമ്മയെ ലക്ഷ്യമിട്ടായിരുന്നോ ഇത്തരം ഒരു ആക്രമണം? അദ്ദേഹത്തിന് അത്തരം എന്ത് പശ്ചാത്തലമാണുള്ളത്? ഖലിസ്ഥാൻ ഭീകരവാദികൾക്ക് അദ്ദേഹത്തോട് വൈരാഗ്യമുണ്ടാകാൻ? ലക്ഷ്മി, ഈ സെലിബ്രിറ്റി ഷോകളുടെയൊക്കെ ഹോസ്റ്റ് എന്ന നിലയിലും ബോളിവുഡ് ചിത്രങ്ങളിലൂടെയൊക്കെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരാളാണ് ഈ കൊമേഡിയനായിട്ടുള്ള കപിൽ ശർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ ഉള്ള പുതിയൊരു സ്ഥാപനമാണ് ഈ കാബ്സ് കഫേ എന്ന് പറയുന്നത്. അടുത്തിടെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നത് തന്നെ. ഈ ഒരു സ്ഥാപനത്തിലേക്കാണ് ബുധനാഴ്ച രാത്രി അജ്ഞാതനായിട്ടുള്ളൊരു അക്രമി എന്നായിരുന്നു പ്രാഥമിക വിവരം. ഏകദേശം 9 റൗണ്ട് വെടിയുതിർക്കുന്ന ഒരു നിലയുണ്ടായത്. ഈ ഒരു ആക്രമണത്തിൽ ആർക്കും ആളപായമൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെയും കനത്ത സുരക്ഷാ വീഴ്ച എന്ന നിലയിൽ ലോക്കൽ പോലീസ് പ്രദേശത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഈ ആക്രമണം നടന്ന കുറച്ച് മണിക്കൂറുകൾക്ക് അകം തന്നെ ബബ്ബർ ഖൽസ എന്നുള്ള ഒരു ഖലിസ്ഥാനി ഭീകരവാദി സംഘടനയുടെ പ്രവർത്തകനായിട്ടുള്ള ഒരു ജഗ്ദീപ് സിംഗ് എന്നുള്ള ഒരാൾ ഏറ്റെടുത്തിരിക്കുന്നുണ്ട്. ഈ ജഗ്ദീപ് സിംഗ് ലഡ്ഡി എന്ന് പറയുന്നത് അയാളുടെ ഒരു ലഡ്ഡി ഗ്യാങ് ആണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലെന്നാണ് അയാൾ തന്നെ ആ ഒരു സംഘടന തന്നെ ഒരു പ്രസ്താവനയിലൂടെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയത്. ഈ പ്രസ്താവനയിൽ പറയുന്നത് ഈ കപിൽ ശർമ്മയുടെ ചില അധിക്ഷേപ പരാമർശങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ ആക്രമണം എന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ എന്താണ് ഈ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം എന്ന് വ്യക്തമാക്കുന്നില്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ വളരെ അപൂർവമായിട്ട് വിവാദങ്ങളിൽ പെടാറുള്ള ഒരു കൊമേഡിയനാണ് കപിൽ ശർമ്മ എന്ന് പറയുന്നത്. സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെയൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ഫീൽഡിലേക്ക്, ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതെങ്കിൽ തന്നെയും വളരെ അപൂർവമായിട്ടാണ് ഈ ഒരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആയാലും മറ്റെന്തെങ്കിലും വിവാദ പരാമർശങ്ങളിലൂടെയൊന്നും അധികം ലൈം ലൈറ്റിൽ എത്താത്ത ഒരാളാണ് കപിൽ ശർമ്മ. പ്രധാനമായിട്ടും നമുക്ക് അറിയാവുന്നത് ഈ കപിൽ ശർമ്മ ഷോ അടക്കമുള്ള സെലിബ്രിറ്റി ഷോകളുടെ ഹോസ്റ്റ് എന്ന നിലയിലും ഈ വളരെ അപൂർവമായിട്ടുള്ള ഈ ഒരു സ്വന്തം നിലയിലുള്ള സ്റ്റാൻഡപ്പ് കോമഡി ഷോകളിലൂടെയുമാണ് അദ്ദേഹത്തെ നമുക്കറിയാവുന്നത്. വളരെ അപൂർവമായിട്ട് വിവാദത്തിൽപ്പെടാറുള്ള ഒരാളാണ്. ഇക്കാര്യത്തിൽ ഇതുവരെ കപിൽ ശർമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ല. ഈ തുടരന്വേഷണം നടക്കുന്നുണ്ട് ആക്രമണത്തിൽ. അതുപോലെ തന്നെ ഈ കപിൽ ശർമ്മയുടെ ഒരു പ്രസ്താവന വരേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും നമുക്ക് ഈ ഒരു ആക്രമണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനാവുക. കപിൽ ശർമ്മയുടെ കാബ്സ് കഫേയിൽ കാനഡയിലാണ് ഖലിസ്ഥാൻ ഭീകരവാദിയുടെ ഭാഗത്ത് നിന്ന് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. അനുപമ ശ്രീദേവിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.